ഹലോ കൂട്ടുകാരെ, മിസ് കറി വേൾഡാണ് കേട്ടോ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയുക, 1/2 കിലോ പച്ചരി, 2 മുട്ട, പിന്നെ കുറച്ച് ചോറ്, ഇതും കൂടെ കൂട്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതേപോലെ 4 മണിക്ക് ചായക്കായാലും ഒക്കെ കൂട്ടാൻ നല്ലതാണ്. അതിനായിട്ട് ഞാൻ 1/2 കിലോ അരി ഒരു 4-5 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അതേപോലെ പിന്നെ ചോറ്, അതിലേക്ക് ഒരു ചെറിയ കയ്യിൽ നിന്ന് ഒരു കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 മുട്ട. നമ്മൾ അളവ് കൂടുന്നതനുസരിച്ച്, അരിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ചോറിൻ്റെ അളവും മുട്ടേൻ്റെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നല്ല ഫൈനായിട്ട്, ദോശയൊക്കെ നമ്മൾ സാധാ പിന്നെ നീർദോശയൊക്കെ അരക്കൂലേ, അതേപോലെ നന്നായിട്ട് അതിങ്ങനെ വെള്ളം പോലെ ആക്കരുത് കേട്ടോ. കുറച്ചൊരു കട്ടിയിൽ പിന്നെ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു അത്യാവശ്യം വലിയൊരു സവാള ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞതാണ്, അതേപോലെ 2 പച്ചമുളക്, പിന്നെ കരിവേപ്പില അതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നന്നായിട്ട് മിക്സാക്കുക. അതേപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കുക. റെസ്റ്റിന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. റെസ്റ്റിന് വെക്കാൻ 5 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. പക്ഷേ ഞാൻ അപ്പം തന്നെ അരച്ചപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആക്കിയിട്ട് നല്ലത് കേട്ടോ. വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നെയ്യപ്പൊക്കെ ഒഴിച്ച് കൊടുക്കൂലേ, അതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. കറിയില്ലാതെ കഴിക്കുക, കറി കൂട്ടിയും കഴിക്കുക, കറിയില്ലാതെ കഴിക്കുക നല്ല ടേസ്റ്റാണ്. കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നെയ്യപ്പത്തിലൊക്കെ ചുട്ടെടുക്കും പോലെ നമുക്ക് ഓരോ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ, രാവിലത്തെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കറി ഇല്ലാതെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണലുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കാണണേ. അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമായാലൊന്ന് കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക കേട്ടോ. ചെയ്ത് നോക്കുക. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. എരിവൊക്കെ കുറച്ച് കൊടുത്ത ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ കടിച്ച് നൽകാൻ നല്ലതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ. അതിന് ഉള്ളു കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ഉറപ്പും കാര്യങ്ങളൊന്നും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഉറപ്പൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. സൈഡൊക്കെ അങ്ങനെ മുരുമുരാന്നായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കുക.